സമർപ്പണം എന്ന കഥയുടെ തുടർഭാഗം. ശങ്കരനാരായണൻ നീലാംബരിയുടെ ആവശ്യം കൂട്ടുകാരോട് പറഞ്ഞു. ആദ്യം അവർ ചിരിച്ചുവെങ്കിലും പിന്നീട് അവർ പറഞ്ഞു, കൊച്ചു പറഞ്ഞതിലും കാര്യമുണ്ട്. അവനവന് പറ്റുന്ന ജോലികൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നും അവൾക്ക് തുണയായി ശങ്കരേട്ടൻ കാണുമോ? സ്വന്തമായി ജീവിക്കാൻ പഠിക്കട്ടെ അവൾ. ശങ്കരേട്ടൻ്റെ സമ്മതമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, കൂടെ ജോലി ചെയ്യുന്ന സുധീർ പറഞ്ഞു. എന്താണ്? ശങ്കരനാരായണൻ ചോദിച്ചു. എനിക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ അവധിക്കാലത്ത് കുട്ടികളെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ട്. മറ്റൊന്നും ചെയ്യണ്ട, കുട്ടികളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ശങ്കരനാരായണൻ എന്നാലും അത് വേണോ? ഉടനെ മറ്റുള്ളവർ പറഞ്ഞു, ശങ്കരേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ കുട്ടി വീട്ടിൽ തനിച്ചല്ലേ? അതും ഇന്നത്തെ കാലത്ത് നല്ലതല്ല. ശങ്കരനാരായണൻ, ഞാൻ നാളെ പറയാം, അവളോടും കൂടി ആലോചിച്ചിട്ട്. വൈകിട്ട് ശങ്കരനാരായണൻ നീലാംബരിയോട് ഇക്കാര്യം പറഞ്ഞു. ഇത് കേട്ടത് നീലാംബരിക്ക് സന്തോഷമായി. പിറ്റേന്ന് തന്നെ അവിടെ പോകാൻ അവൾക്ക് തിടുക്കമായി. മറ്റൊന്നും കൊണ്ടല്ല, സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിപ്പ് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ശങ്കരനാരായണൻ പിറ്റേന്ന് തന്നെ സുധീറിനെയും കൂട്ടി ആ വീട്ടിൽ ചെന്നു. വീടിൻ്റെ പടിക്കലെത്തിയപ്പോൾ ശങ്കരനാരായണൻ അമ്പരന്നു. വലിയ വീടും സൗകര്യങ്ങളും. അവർ കടന്നു ചെന്നു. സുധീർ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ശങ്കരനാരായണനോട് വളരെ സ്നേഹത്തോടെയാണ് അവർ പെരുമാറിയത്. അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹം. പേര് രമേശ്. ഭാര്യ താര അദ്ദേഹത്തിൻ്റെ കെട്ടിട നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറാണ്. ഇവർ രണ്ടുപേരും രാവിലെ തന്നെ ജോലിക്ക് പോകും. അപ്പോൾ കുട്ടികളെ നോക്കാൻ ആളില്ല. അവധിക്കാലമായതുകൊണ്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ സ്കൂളിൽ വിട്ടിട്ട് പോകാമായിരുന്നു. വീട്ടിൽ മറ്റു കാര്യങ്ങൾ നോക്കാൻ പ്രായമായ ഒരു സ്ത്രീയുണ്ട്. അതുകൊണ്ട് വീട്ടുപണികളൊന്നും നീലാംബരിയെക്കൊണ്ട് അവർ ചെയ്യിക്കില്ല, അവർ പറഞ്ഞു. കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ശങ്കരനാരായണന് സമാധാനമായി. കുട്ടിയെ വിടാൻ അയാൾ തീരുമാനിച്ചു. അവർ പോകും വഴി സുധീർ പറഞ്ഞു, വളരെ കാലമായി എനിക്ക് ഇവരെ അറിയാം. വളരെ മര്യാദക്കാരാണ്. പണത്തിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല. കുട്ടിക്കിവിടെ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ശങ്കരനാരായണൻ അപ്പോൾ സുധീറിനോട് ചോദിച്ചു. അടുത്ത ഭാഗവുമായി നാളെ കാണാം.